ഗുഡ് മോർണിംഗ്. ഗ്രീൻ മം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ ഞാൻ എൻ്റെ പ്ലാന്റ്സ് എല്ലാം നനച്ചു കൊടുത്തു. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീര പറിക്കണം. അപ്പോൾ അതാണ് അടുത്ത മിഷൻ. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മനാർമാൾ വരെ ഒന്ന് പോകണം. അവിടുത്തെ ജാർജി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ക്ലോ ഗെയിംസ് ഇല്ലേ, ക്ലോ മെഷീനിന്ന് ടോയ്സ് എടുക്കുന്ന ഒരു ഗെയിം, അപ്പം അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാണ്ട്. അപ്പോൾ വേഗം നമുക്ക് രാവിലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പെട്ടി നിറച്ച് ചീര കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടമാണ് വിളവെടുക്കുന്നത്. ഞാൻ പറിച്ചെടുക്കുകയാണ്, കാര്യമൊന്നുമല്ല. ബാക്കി അടിയിലുള്ളത് വളർന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വലിയതിനെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും ചീര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മതി നമുക്ക് 2 പേർക്കല്ലേ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. ചീരൻ്റെ ഇല കുറച്ച് എന്തൊക്കെയോ ജന്തുക്കളൊന്ന് കടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പെസ്റ്റിസൈഡൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതുണ്ടാവും. ഏതായാലും കുഴപ്പമില്ല, നല്ല എന്താ പറയുക, വീട്ടിലുണ്ടായ അടിപൊളി സാധനമല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മോരുകറിയും ചീരൻ്റെ ഉപ്പേരിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് ഉച്ചയ്ക്കുണ്ടാവുക ഇൻഷാ അല്ലാ. റാസൽ ഖൈമ മനാർമോളിലാണ് ഈ ജാർജി ആർക്കേഡ് ഉള്ളത്. ക്ലോ മെഷീൻസ് പല സ്ഥലത്തും മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര കാലമായിട്ടും ഞാനിതുവരെ ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്രാവശ്യം പെരുന്നാളിന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ചെറുതായിട്ട് വൈറലായി. അപ്പോൾ ഈ ജാർജിയിൽ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. അവരൊരു 300 കോയിൻസ് നമുക്ക് തരാം, നിങ്ങൾ വന്നിട്ട് ഗെയിം ചെയ്തിട്ട് പിന്നെ അവരെ റീൽസ് അവരായിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു റീൽസൊക്കെ ഇട്ടാൽ മതി എന്നും പറഞ്ഞിട്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും കൂടി ഓടി. അങ്ങനെ ജാർജിയിൽ പോയി നമ്മൾക്ക് 300 കോയിൻസ് കിട്ടി. 3 കോയിനാണ് ഒരു ഗെയിം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അങ്ങനെ 100 ട്രയൽ നമുക്കുണ്ടാവും. അപ്പം മതിവരോളം ഞങ്ങൾ ട്രൈ ചെയ്തു. മൊത്തം ഒരു 20 ടോയ്സ് നമ്മൾ 2 പേരും കൂടി വിൻ ചെയ്തു. ഫാത്തിമയും ഷജിലും സായും ഒരു ടീം, ഞാനും ഫറാൻക്കും ഒരു ടീം. അങ്ങനെ ഞങ്ങൾ കോയിൻ ഡിവൈഡ് ചെയ്തിട്ട് കളിച്ചത്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കൊരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയില്ലേ, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു 1.5 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവർക്കാവും കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഈ ഡെയിലി വർക്കിൻ്റെ പ്രഷറല്ലേ, നമ്മൾക്ക് മെയിൽ അത് ഇത് മറിച്ച് ഡെഡ് ലൈൻ അത് ഇത്, അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടും. ഓരോ സംഭവം ഇത്ര സില്ലി ആയിട്ടുള്ള ഓരോ ടോയ്സ് നമ്മൾ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീൻ വെച്ചിട്ട് ഈ സംഭവം ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനിട്ട ഒട്ടുമിക്ക ക്ലിപ്പിലും നമ്മൾ ടോയ് വിൻ ചെയ്യാത്ത വീഡിയോസാട്ടോ. പക്ഷേ നമ്മൾ 10-20 ടോയ്സ് വിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജ് ഗ്രീൻ മം ട്രാവലിൻ്റെ പേജ് ചെക്ക് ചെയ്താൽ മതി. ഇതിലിവരെ ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് 33 കോയിൻസാണ് ഇവർ കൊടുക്കുക. അതിന് 50 ദിറംസാണ്. 300 കോയിൻസ് ആകുമ്പം 200 ദിറംസാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ജാർജിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ബേത്തൽ മന്തിയിലാണ്. എനിക്ക് UAE വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിട്ടുള്ള മന്തി ബേത്തൽ മന്തിയാണ്. അപ്പോൾ അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മളുടെ സൺ ആൻഡ് സാൻഡിൻ്റെ ഒക്കെ അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബേത്തൽ മന്തിൻ്റെ ഷോപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു.